കുറവിലങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ താലൂക്ക് ലെവലിൽ ഉയർത്തിയെങ്കിലും ഇന്നതിൻ്റെ സ്റ്റാഫ് പാർട്ടൈം മുഴുവനായി നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. കാരണം അവിടെ കെട്ടിട പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ഡോക്ടർമാരുടെ സേവനം ഏതാണ്ട് താലൂക്ക് ലെവലിലുള്ള ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാൽ ഇപ്പം നിലവിൽ 5 ഡോക്ടർമാർ നിലവിലുണ്ടായിരുന്നു. വീണ്ടും ഇപ്പം 2 ഡോക്ടർമാരെ കൂടി നമുക്ക് അനുവദിച്ച് കിട്ടില്ല. കഴിഞ്ഞ ദിവസം കൂടി HMCയിൽ ഇങ്ങനെ ഡോക്ടർമാരുടെ സേവനം കുറവാണ് എന്ന് സൂചിപ്പിച്ചതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് മോൻസി ഹോസ്പിറ്റലിലെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം മന്ത്രിയെ നേരിട്ട് വിളിച്ച് പറയുകയും ഞാൻ ഇവിടുന്ന് നിവേദനവുമായി മന്ത്രിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 ഡോക്ടർമാരെ കൂടി നമുക്ക് കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കിട്ടിയിരുന്ന സേവനം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. ഇന്നലെയാണ് വന്ന് 2 ഡോക്ടർമാർ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ഉള്ള സേവനം കിട്ടത്തക്ക രീതിയിൽ രാത്രി 10 മണി വരെ ഡോക്ടർ ഹോസ്പിറ്റലിൽ വരികയും അതിനുശേഷം ആവശ്യമെന്ന് കണ്ടാൽ ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടർ വരാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വീണ്ടും ഒരു വിശദമായിട്ട് നമ്മൾ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കെട്ടിട പണി തീർന്നു കഴിഞ്ഞാൽ അതിന് ബാക്കി ഒരു താലൂക്ക് ലെവലിലുള്ള ഹോസ്പിറ്റലായിട്ട് മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികൾക്കായി ബഹുമാനപ്പെട്ട MLA മുഴുവൻ ഉറപ്പും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ അവസ്ഥ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി പൂർണ്ണമായും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രാജേഷ് മറ്റപ്പള്ളിൽ, അതുപോലെ തന്നെ PN മോഹൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിൽ വളരെ ശ്രദ്ധാലുവാണ്. അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അത് തുടർന്നും കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ സേവനം ഉറപ്പാക്കി തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള നടപടി സ്വീകരിക്കും എന്നാണെന്ന് ഞാൻ അറിയിക്കുകയാണ്.